ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് പാകിസ്ഥാന് നേരെ ഭീഷണി മുഴക്കി ലഷ്കർ ഭീകരർ രംഗത്ത്. ഇസ്രായേലുമായി എബ്രഹാം കരാറിൽ ഒപ്പിട്ടാൽ പ്രധാനമായും സൈനിക മേധാവിയെയും പ്രധാനമന്ത്രിയെയും അവിടെ കൊന്നുകളയുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ ഇവർ മുഴക്കിയിരിക്കുന്നത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതുവരെ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കില്ല എന്നതാണ് പാകിസ്ഥാന്റെ ഔദ്യോഗിക നിലപാട്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ കടുത്ത സമ്മർദ്ദവും ഭീഷണിയും ഒരേ സമയം ഉയർത്തുന്നതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇസ്രായേലുമായി തന്നെ എബ്രഹാം കരാർ ഒപ്പിടാൻ അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കുന്നുവെന്ന സൂചനകൾക്കിടയിലാണ് ഭീകര ഭീഷണിയുമായി തന്നെ ഇപ്പോൾ ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും സൈനിക മേധാവിയെയും ലക്ഷ്യമിടുമെന്ന രീതിയിലേക്കുള്ള ഭീഷണികളാണ് ഉയർത്തുന്നത്. വർഷങ്ങളായി തന്നെ അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ തോതിൽ പ്രചരിക്കുന്നത്. അതേസമയം പാകിസ്ഥാന്റെയും ഔദ്യോഗിക നിലപാട് വീണ്ടും സർക്കാർ ആവർത്തിച്ചിരിക്കുകയാണ്. സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നതുവരെ തന്നെ ഇസ്രായേലുമായി ഔദ്യോഗിക ബന്ധം സ്ഥാപിക്കില്ല എന്നതാണ് ഇസ്ലാമാബാദിന്റെ പ്രധാന പ്രഖ്യാപനം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെയും അവരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ എബ്രഹാം കരാർ വഴി നിരവധി അറബ് രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഇസ്രായേലുമായി തന്നെ ബന്ധം സാധാരണവൽക്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാനിൽ വിഷയം അതീവ സങ്കീർണവും വികാരാധീനവുമായി തന്നെയുള്ള രാഷ്ട്രീയ മത ചർച്ചയായി തന്നെ ഇത് തുടരുകയും ചെയ്യുന്നു. അതേസമയം പാലസ്തീൻ വിഷയത്തിൽ രാജ്യത്തിനകത്ത് ശക്തമായ ജനവികാരമുണ്ടെന്നും അതിനാൽ തന്നെ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ സർക്കാർ അതീവ ജാഗ്രത പാലിക്കുകയാണ് എന്നതും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മിഡിൽ ഈസ്റ്റിലും ദക്ഷിണേന്ത്യയിലും സുരക്ഷാ സാഹചര്യം അതീവ നിർണായക ഘട്ടത്തിലൂടെ തന്നെ കടന്നു പോകുന്നതിനിടെ തന്നെ പാകിസ്ഥാനെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാനെ ഈ ഒരു കരാറിൽ ഒപ്പിടാൻ നിർബന്ധിച്ചുകൊണ്ട് ട്രംപ് ആകട്ടെ പാകിസ്ഥാൻ ഇസ്രായേലുമായി എബ്രഹാം റെക്കോർഡ് ഒപ്പുവെക്കണമെന്നതാണ് ട്രംപിന്റെ ആവശ്യം. UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഒപ്പുവെച്ച് അതേസമയം സൗദി അറേബ്യ, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങൾ ഒപ്പുവെച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന ഇസ്രായേലിന്റെ നേതൃത്വത്തിലുള്ള കരാറിനെ അത് എബ്രഹാം കരാർ എന്ന വിശേഷിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ കരാർ ഇസ്രായേൽ രാജ്യത്തിന് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അംഗീകാരം നൽകുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേലുമായി വ്യാപക രീതിയിലുള്ള വ്യാപാരത്തിനും പ്രേരിപ്പിക്കുന്നതായി തന്നെ വ്യക്തമാക്കുന്നു. സുന്നി ഭൂരിപക്ഷ രാജ്യമായിരുന്ന പാലസ്തീനെ ഇസ്രായേൽ ആക്രമിച്ചു തുടങ്ങിയ കാലം മുതൽ തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലുമായി തന്നെ അത്ര സ്വരച്ചേർച്ചയിലല്ല. എന്നാൽ ഈ രാഷ്ട്രീയ അവസ്ഥ മറികടക്കുവാനും ഗൾഫുമായി വാണിജ്യ ബന്ധം സ്ഥാപിക്കുവാനും ഇസ്രായേൽ ശ്രമിക്കുകയാണ്. അതിനായി തന്നെ US പിന്തുണയോടുകൂടെ കൊണ്ടുവന്ന കരാറാണ് എബ്രഹാം കരാർ. അതേപോലെ അവിടെ പാകിസ്ഥാൻ എബ്രഹാം കരാറിനെ ആദ്യം മുതൽ തന്നെ എതിർക്കുന്ന ഒരു രാജ്യമാണ്. എന്നാൽ പുതിയ രാഷ്ട്രീയ അവസ്ഥയിൽ ട്രംപ് വീണ്ടും കരാറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും പാകിസ്ഥാനോട് കരാറിൽ ചേരാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. അതേസമയം പാകിസ്ഥാൻ ആകട്ടെ ഈ സാധ്യത തള്ളിക്കളയുകയും ഇതിനിടെ തന്നെ എബ്രഹാം കരാറിനെ ഒപ്പിടുകയോ ഇസ്രായേലിനെ അംഗീകരിക്കുകയോ ചെയ്താൽ കൊന്നുകളയുമെന്ന ഭീഷണിയാണ് ലഷ്കർ ഭീകരരായ സെയ്ഫുള്ള കസൂരി ഇവിടെ ഭീഷണി മുഴക്കിയത്. മാത്രമല്ല ഉയരുന്ന ഭീഷണി ഇസ്രായേലിനെ അംഗീകരിക്കുന്നതിനോ അബ്രഹാം കരാറിൽ ചേരുകയോ ചെയ്താൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനും പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെയും കൊന്നുകളയുമെന്നതാണ് ഈ ഒരു പുറത്തു വന്ന